F-16 ഈ F-16 കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടി വരും. കാരണം ലോകം മുഴുവനും കൂടുതൽ വിൽപ്പന ചെയ്യപ്പെട്ട ഒരു വിമാനം, വളരെ ക്യാപ്പബിളായ ഫൈറ്റർ ജെറ്റ്. പല കാറ്റഗറീസിൽ ഒരുപാട് നാടുകൾ പല രീതിയിലുള്ള ഓപ്പറേഷൻസിന് വേണ്ടി ഈ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും ലോകമെമ്പാടും നല്ലൊരു മാർക്കറ്റുള്ള ഒരു വിമാനമായി അമേരിക്ക ഇതിനെ മാറ്റി. ഇങ്ങനെയുള്ള F-16 വിമാനങ്ങൾ എന്നത് റഷ്യക്ക് എതിരെ ഉക്രൈന് നൽകാൻ പോകുന്നതായി ഒരു വർഷമായി പറയുന്നുണ്ട്. ഉക്രൈന്റെ വേനൽക്കാലത്ത് F-16 വിമാനങ്ങൾ ഉക്രൈന് നൽകുമെന്ന് ഡെൻമാർക്ക്, നെതർലാൻഡ് പോലുള്ള പല നാടുകൾ ഉക്രൈന് ഒരു വിശ്വാസം കൊടുത്തിട്ടുണ്ട്. ഇതിൽ വലിയൊരു ചോദ്യമായി വന്നത് F-16 എവിടെ നിന്ന് ലോഞ്ച് ആകും? F-16ന്റെ ബേസസ്, അതായത് ഉക്രൈനിലെ എല്ലാ ബേസസും ഞങ്ങൾ നശിപ്പിക്കുമെന്ന് നേരത്തെ റഷ്യ ഒരു വാണിംഗ് കൊടുത്തിരുന്നു. അങ്ങനെയാണെങ്കിൽ ഉക്രൈനെ കൊണ്ട് ഈ വിമാനങ്ങൾ ലോഞ്ച് ചെയ്യാൻ കഴിയില്ലേ എന്ന ചോദ്യം ഉണ്ടായപ്പോൾ അതിനുള്ള ഉത്തരവും കിട്ടി. അതും അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുടെ പക്കൽ നിന്നും അതിനുള്ള ഉത്തരം ലഭിച്ചു. F-16 തീർച്ചയായും ഉക്രൈനിൽ നിന്ന് തന്നെ ലോഞ്ച് ആകും. റഷ്യക്ക് ഇത് ശരിയായ വെല്ലുവിളിയായിരിക്കുമെന്ന് വളരെ തുറന്ന് ഓപ്പണായി തന്നെ പറഞ്ഞു. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ജാക്ക് സുള്ളിവൻ, ഇയാൾ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ, അദ്ദേഹത്തിന് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായി ജോലി നോക്കുന്ന വ്യക്തിയാണ്. ഇയാൾ PBS കൊടുത്ത ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞു. ആ ഇന്റർവ്യൂവിൽ F-16 കുറിച്ച് ഒരുപാട് പേർ പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു, ഈ വിമാനങ്ങൾ എവിടെ നിന്ന് ടേക്ക് ഓഫ് ആകും? ഒരു പക്ഷെ നാറ്റോ കൺട്രീസിൽ നിന്നും ഈ ഒരു വിമാനം ടേക്ക് ഓഫ് ആയാൽ ആ ഒരു നാടിനെയും ആ ഒരു ബേസിനെയും ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുമെന്ന് റഷ്യ നേരത്തെ മുന്നറിയിപ്പ് നൽകിയല്ലോ. നേരത്തെ തന്നെ റഷ്യ ഒരുപാട് റെഡ് ലൈൻസ് നൽകിയിരുന്നു. ഓരോ ബോംബുകൾ നൽകുമ്പോഴും റോക്കറ്റ്സ് നൽകുമ്പോഴും റഷ്യ ഒരുപാട് റെഡ് ലൈൻ നൽകിയിരുന്നു. ആ റെഡ് ലൈൻസ് എല്ലാം നമ്മൾ ക്രോസ് ചെയ്തു. ഇപ്പോഴും റഷ്യയുടെ ഭാഗത്ത് നിന്ന് വലിയ റെസ്പോൺസ് ഒന്നും വന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റെഡ് ലൈനും അമേരിക്കയും ഉക്രൈനും ചേർന്ന് ക്രോസ് ചെയ്യുമോ? ഇതിന് അമേരിക്കയുടെ റെസ്പോൺസ് എങ്ങനെയാണ് എന്ന് ചോദിച്ച ആ ഒരു ചോദ്യത്തിന് അയാൾ പറഞ്ഞ മറുപടി, ഇല്ല, നാറ്റോ ബേസിൽ നിന്നോ അല്ലെങ്കിൽ തൊട്ടടുത്ത നാറ്റോ കൺട്രിയുടെ ബേസിൽ നിന്നോ ഈ ഒരു F-16 വിമാനങ്ങൾ ടേക്ക് ഓഫ് ആകില്ല. പകരം റഷ്യക്ക് വെല്ലുവിളി നൽകുന്ന രീതിയിൽ റഷ്യയുടെ ശരിയായ എതിരാളി എന്ന നിലയിൽ ഉക്രൈൻ ബേസിൽ നിന്ന് തന്നെ ഈ ഒരു വിമാനത്തെ ടേക്ക് ഓഫ് ചെയ്യും. ഉക്രൈന്റെ ടെറിട്ടറിക്കുള്ളിൽ നിന്നും ഈ ഒരു വിമാനങ്ങൾ ടേക്ക് ഓഫ് ആയി റഷ്യയിൽ പോയി അറ്റാക്ക് ചെയ്യും. അതായത് റഷ്യൻ കൺട്രോൾഡ് റീജിയനിൽ പോയി അറ്റാക്ക് ചെയ്തിട്ട് വീണ്ടും വളരെ സേഫായി സ്വന്തം ബേസിലേക്ക് തന്നെ തിരികെ വരും. അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ കാണുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് കൊടുത്തു. ഇതിപ്പോ വളരെ വൈറലായ ഒരു കാര്യമായി മാറി. ഇനി ഇതിന്റെ പോസിബിലിറ്റീസ് അറിയുന്നതിന് മുൻപ് ജിയോഗ്രഫിക്കലായി ചില കണ്ടീഷൻസ് നമുക്കറിയാം. ചില നാടുകൾക്ക് ഹൈറ്റ് കൂടുതലായിരിക്കും, ആ ഒരു നാടിന്റെ വിട്ട് വളരെ കുറവായിരിക്കും. ഉദാഹരണത്തിന് ഇന്ത്യ എടുക്കാം. നമ്മുടെ സെൻട്രൽ ഇന്ത്യ മാത്രമാണ് വിഡ്ത് വൈസ് വലുത്. സൗത്ത് ഇന്ത്യൻ ഭാഗത്ത് നോക്കിയാൽ നമ്മുടെ ഇന്ത്യയുടെ ഹൈറ്റ് എന്നത് കൂടുതലായിരിക്കും. അതേസമയം നമ്മുടെ നാടിന്റെ അകലം അല്പം വലുതാണ്. എന്നാൽ ഉക്രൈനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഘടനയല്ല. ഏത് സൈഡ് നോക്കിയാലും ഒരേ രീതിയിലുള്ള ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസ് ഉള്ള ഒരു നാടാണ് ഉക്രൈൻ. ഈ ഉക്രൈനെ സംബന്ധിച്ച് 23-ൽ കൂടുതൽ സ്ഥലങ്ങളിൽ അവരുടെ ബേസസ് ഉണ്ട്. ഇതാണ് ഉക്രൈന്റെ പക്കലുള്ള, അതായത് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് വഴി ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഉക്രൈനിൽ എവിടെയെല്ലാമാണോ ബേസസ് ഉള്ളത് എന്നതിന്റെ മാപ്പ്. ഇതിൽ നിങ്ങൾ നോക്കുക, ഇത് കാണുമ്പോൾ തന്നെ ഉക്രൈന്റെ 4 ബേസസ് റഷ്യയുടെ സൗഹൃദ നാടായ ബെലറസിനടുത്തുണ്ട്. ഈ ബേസസിൽ നിന്ന് F-16 ഇവരെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഉക്രൈനെ കൊണ്ട് അങ്ങനെ അവരുടെ എല്ലാ ബേസിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിനുള്ള കാരണം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ F-16ന്റെ ലാൻഡിംഗ് ഗിയറിന്റെ ഹൈറ്റ് വളരെ കുറവാണ്. അങ്ങനെ ഹൈറ്റ് കുറവായിരിക്കുമ്പോൾ ഗ്രൗണ്ടിലുള്ള പൊടിപടലങ്ങളും ചെറിയ ചെറിയ കല്ലുകളുമെല്ലാം ഈ എഞ്ചിൻ എയർടെക്കിൽ പോയാൽ അതുവഴി ഉണ്ടാകുന്ന എഞ്ചിൻ ഡാമേജിൽ ആ ഒരു വിമാനങ്ങൾ പെട്ടെന്ന് തന്നെ നശിക്കും, പ്രവർത്തനരഹിതമാകും. അതിനായി ഇതിനു വേണ്ടി സ്പെഷ്യലി മോഡിഫൈ ചെയ്ത എയർബേസിൽ നിന്ന് മാത്രമേ ഈ വിമാനങ്ങളെ ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കൂ. അതുമാത്രമല്ല, ബെലറസിന്റെ ബോർഡറോട് ചേർന്നിരിക്കുന്ന ഈ ഒരു 4 ബേസിലും കഴിഞ്ഞ 6-7 മാസമായി യാതൊരു കൺസ്ട്രക്ഷൻ വർക്കും നടന്നിട്ടില്ല. അതിനാൽ ഈ ബേസസിനെ നമുക്ക് ലിസ്റ്റിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാം. ഈ ഒരു ബേസിൽ നിന്നും F-16 ഒരിക്കലും ലോഞ്ച് ചെയ്യാൻ പോകുന്നില്ല. അതിന് പകരം സെൻട്രൽ ഉക്രൈനിലുള്ള ഏതെങ്കിലും ബേസിൽ ഈ ഒരു വിമാനം ടേക്ക് ഓഫ് ആകുമോ എന്ന് നോക്കിയാൽ
അതിനും സാധ്യത വളരെ കുറവാണ്. പോളണ്ടിന് അടുത്തുള്ള, അതായത് വെസ്റ്റ് സൈഡിലുള്ള ബേസസ് ആയിരിക്കും ഉക്രൈൻ ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതൽ. അതിനുള്ള കാരണവും ഞാൻ പറയാം. ഒരുപക്ഷെ F-16 സെൻട്രൽ ഉക്രൈൻ ബേസിൽ നിന്നും ഓപ്പറേറ്റ് ആവുകയും ആ ഒരു ബേസിൽ റഷ്യ കാരണം എന്തെങ്കിലും ഒരു അറ്റാക്ക് നടന്നാൽ, അല്ലെങ്കിൽ അവിടെയുള്ള F-16 വിമാനങ്ങൾക്ക് പെട്ടെന്ന് സ്പെയർ പാർട്സ് ആവശ്യമായി വന്നാൽ സെൻട്രൽ ഉക്രൈനോ അല്ലെങ്കിൽ ഫ്രണ്ട് ലൈനോട് ചേർന്നിരിക്കുന്ന ബേസിനോ ഈ സ്പെയർ പാർട്സ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് വളരെ കാലതാമസമെടുക്കുന്ന കാര്യമാണ്. അവർക്ക് ഒരുപാട് സമയമെടുക്കും. എന്നാൽ അതേസമയം പോളണ്ട് ബോർഡറിനടുത്തുള്ള ആ ഒരു ബേസിൽ ഈ ഒരു ഫെസിലിറ്റി എല്ലാം റെഡിയാക്കിയാൽ പോളണ്ട് വഴി മറ്റ് നാടുകളിൽ നിന്ന് വരുന്ന സഹായം ഉക്രൈനെ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നോക്കിയാൽ 2 ബേസ് മാത്രമാണ് ഉക്രൈൻ ഇപ്പോൾ സെലക്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ. ഒന്ന് പോളണ്ടിനടുത്തുള്ള കൊറോളിക എന്ന എയർബേസ്, മറ്റൊന്ന് അതേ പോളണ്ടിന്റെ ബോർഡറിൽ ബെലറസ്, പോളണ്ട്, ഉക്രൈൻ എന്ന ഈ 3 നാടുകളുടെ ബോർഡറിന് അടുത്തുള്ള 204 ഡിവിഷനിലെ MiG-29 എയർബേസ്. ഈ 2 എയർബേസ് മാത്രമാണ് കഴിഞ്ഞ ചില മാസങ്ങളിലായി ഉക്രൈൻ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റഷ്യൻ സോഴ്സസ് വഴി കിട്ടുന്ന ഡേറ്റ എടുത്ത് നോക്കിയാൽ ഈ 2 ബേസുകളിലാണ് കൺസ്ട്രക്ഷൻ വർക്ക്സ് കഴിഞ്ഞ മാസങ്ങളിലായി കൂടുതൽ നടന്നത്. ഇതുപോലെ പല ബേസസ് റഷ്യ മുൻകൂട്ടി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. F-16 ഏതൊക്കെ ബേസിൽ നിന്നും ഇവർ ഓപ്പറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം ലഭിക്കുമ്പോൾ പല ബേസുകളും റഷ്യ അറ്റാക്ക് ചെയ്തു. ഇപ്പോ ഇതെല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും ഏത് ബേസിൽ നിന്ന് എത്ര ദൂരം പോയി ഇവർക്ക് അറ്റാക്ക് നടത്തി തിരികെ വരാൻ സാധിക്കുമെന്ന്. F-16 സംബന്ധിച്ച് ഒരേ ഒരു തവണ ഫ്യൂവൽ ഫില്ല് ചെയ്താൽ അതിന്റെ കോമ്പാക്ട് റേഡിയസ് എന്നത് 1200 കിലോമീറ്റർ ആണ്. 1200 കിലോമീറ്റർ വരെയും ഫ്രണ്ട് ലൈൻ വരെ പോയി അറ്റാക്ക് ചെയ്തിട്ട് തൊട്ടടുത്ത ബേസസിൽ ഈ ഒരു വിമാനങ്ങളെ കൊണ്ട് ലാൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ അറ്റാക്കിംഗ് സർക്കിളിനുള്ളിലായിരിക്കും ക്രീമിയയും വരിക. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ ജിയോഗ്രഫിക്കലി വൈസ് ഉക്രൈന് യാതൊരുവിധ പ്രശ്നവുമില്ല. അതിനുള്ള കപ്പാസിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഉക്രൈൻ ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രശ്നം എവിടെ തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ കൺഫേം ചെയ്തു ഉക്രൈന്റെ ടെറിട്ടറിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ആ വിമാനങ്ങൾ ടേക്ക് ഓഫ് ആവുക എന്ന്. റഷ്യ എടുത്താൽ കഴിഞ്ഞ കാലങ്ങളെക്കാട്ടിലും ഇപ്പോ ചാര ഉപഗ്രഹങ്ങളുടെ ഉപയോഗം കൂടുതലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പോലും കോസ്മോസ് എന്ന അവരുടെ മറ്റൊരു ഇന്റലിജൻസ് സാറ്റലൈറ്റ് വിക്ഷേപിച്ചു. ഇതുപോലെ 100 കണക്കിന് സാറ്റലൈറ്റ് റഷ്യ ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്കയും അതുപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോ ഉക്രൈൻ എവിടെ പ്രശ്നം വരുന്നു എന്ന് ചോദിച്ചാൽ റഷ്യൻ സാറ്റലൈറ്റിനെ സംബന്ധിച്ച് അത് തറയിൽ നിന്നും 12 മീറ്റർ മുതൽ 25 മീറ്റർ വരെയും ഹൈ ആക്യുറസിയോടുകൂടി ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ഈ സാറ്റലൈറ്റിന് എടുക്കാൻ സാധിക്കും. വ്യക്തമായി പറഞ്ഞാൽ പല നിലകളുള്ള ഒരു കെട്ടിടം, അതിന്റെ 3-ാം നിലയിൽ നിന്ന് താഴെ റോഡിൽ നടന്നു പോകുന്ന ഒരു വ്യക്തിയെ നമ്മൾ നോക്കിയാൽ എത്ര ക്ലിയർ ആയിട്ട് ഇമേജ് കിട്ടുമോ, ചിത്രമെടുക്കാൻ സാധിക്കുമോ, അത്രത്തോളം ഹൈ റെസൊല്യൂഷനിൽ ഈ ഒരു ഇമേജസ് ഈ ചാര ഉപഗ്രഹത്തെ കൊണ്ട് എടുക്കാൻ സാധിക്കും. അങ്ങനെ ഇത് ഉപയോഗിച്ച് 24 മണിക്കൂറും ഉക്രൈന്റെ ബേസസിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, ഉക്രൈന്റെ ആ ഇന്റലിജൻസ് ഗ്യാതറിംഗ് എങ്ങനെയുണ്ട്, ഈ ബേസസിൽ ഈ വിമാനങ്ങൾ ഉപയോഗിക്കുന്നതിന് എങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ് ഇവർ ചെയ്യുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും റഷ്യ ശ്രദ്ധിക്കും. അതുപോലെയാണ് റഷ്യക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളും അമേരിക്ക ശ്രദ്ധിച്ച് ഉക്രൈന് ഇൻപുട്ടായി നൽകുന്നുണ്ട്. ആ ഒരു ഇൻപുട്ട് ഉപയോഗിച്ചാണ് ഉക്രൈനും റഷ്യയുടെ പല ബേസസുകൾ നശിപ്പിച്ചത്. ഇപ്പോ ഉക്രൈനിൽ എന്ത് നടക്കുന്നു എന്നുള്ള എല്ലാ വിവരങ്ങളും തുടർച്ചയായി റഷ്യക്ക് കിട്ടുന്നത് വഴി അവർക്ക് വ്യക്തമായി ചില ഐഡിയകൾ കിട്ടും. ഒരു കൺസ്ട്രക്ഷൻ ഏത് സ്ഥലത്ത് നടക്കുന്നു, അങ്ങനെയാണെങ്കിൽ F-16 വിമാനങ്ങൾ ഒരു പക്ഷെ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ഒരു കൺസ്ട്രക്ഷൻ തുടക്കത്തിൽ തന്നെ നശിപ്പിക്കുകയാണെങ്കിൽ അത് ഉക്രൈന് വലിയ നഷ്ടമൊന്നും ഉണ്ടാക്കില്ല. അതിനാൽ നമുക്ക് അല്പസമയം കൂടെ കാത്തിരുന്ന് ഏകദേശം 60-80% ആ ഒരു കൺസ്ട്രക്ഷൻ പൂർത്തിയായതിനു ശേഷം അതിനെ നശിപ്പിക്കുകയാണെങ്കിൽ വീണ്ടും അവർക്ക് ആദ്യം മുതലേ ആരംഭിക്കേണ്ടതായി വരും. അങ്ങനെ കൺസ്ട്രക്ഷൻ വർക്ക് വീണ്ടും തുടങ്ങിയാൽ കാലതാമസം വീണ്ടും ഉണ്ടാകും. ഇതെല്ലാം F-16 അറൈവലിന് മുൻപ് മാത്രമാണ്. കാരണം F-16 ഇപ്പോഴും എത്തിയിട്ടില്ല. സമ്മറിൽ ആദ്യത്തെ സെറ്റ് ഓഫ് വിമാനങ്ങൾ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഡെൻമാർക്ക് റഷ്യൻ ടെറിട്ടറിക്കുള്ളിൽ അറ്റാക്ക് നടത്തേണ്ട ഒരു അപ്രൂവൽ നൽകി. ഏകദേശം 75 മുതൽ 80 വിമാനങ്ങൾ മുഴുവനായും ഉക്രൈൻ ലഭിക്കും. ഈ വിമാനങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ അത് ഓപ്പറേറ്റ് ആയാൽ ടേക്ക് ഓഫ് ആകും. അതായത് റഷ്യയുടെ ഇന്റലിജൻസ് ഒരു പക്ഷേ ഫെയിൽ ആയാലോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് വഴി ശരിയായ ഇൻപുട്ട് കിട്ടിയില്ലെങ്കിലോ ഉക്രൈൻ വളരെ സീക്രട്ടായി അത് വച്ചിരുന്നാലും ഈ ഒരു വിമാനങ്ങൾ ടേക്ക് ഓഫ് ആകും. എന്നാൽ അത് ലാൻഡ് ആകുന്നത് റഷ്യയെ കൊണ്ട് ഈസിയായി കണ്ടുപിടിക്കാൻ സാധിക്കും.
ക്രീമിയിൽ നിർത്തിവെച്ചിരിക്കുന്ന ലോങ് റേഞ്ച് റേഡാർ വഴിയോ അല്ലെങ്കിൽ അവരുടെ സർവൈലൻസ് എയർക്രാഫ്റ്റ് വഴിയോ അറ്റാക്ക് ചെയ്ത് തിരികെ പോകുന്ന ആ ഒരു എയർക്രാഫ്റ്റ് ഏത് ബേസിൽ നിന്നാണ് വന്നത്, ഏത് ബേസിലേക്കാണ് തിരികെ പോകുന്നത് എന്നുള്ള എല്ലാ ഇൻഫർമേഷനും റഷ്യയെ കൂടെ എടുക്കാൻ സാധിക്കും. അങ്ങനെ എടുത്തതിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ നന്നായി അറിയാം. ഏത് ബേസിൽ നിന്നാണോ അത് വന്നത് ആ ബേസിൽ ഒരു അറ്റാക്ക് നടത്തും. അങ്ങനെ നടത്തിയതിനു ശേഷം ഒന്നുകിൽ ആ ബേസ് മുഴുവനായും നശിക്കും, അല്ലെങ്കിൽ ടെമ്പററി ഡാമേജ് ആവുകയും അതിനുശേഷം അവിടെ നിന്ന് വിമാനങ്ങൾ ലോഞ്ച് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരികയും ചെയ്യും. ഇപ്പോ F-16 സംബന്ധിച്ച് ഇത് അകത്തേക്ക് വന്നാലും ആ വിമാനത്തിന് അത് വലിയ പ്രശ്നമായി മാറുക തന്നെ ചെയ്യും. റഷ്യയുടെ ഇപ്പോഴുള്ള ഫയർ പവറിനും അവരുടെ പക്കലുള്ള വെരി എക്സ്റ്റെൻഡഡ് റേഞ്ച് മിസൈൽസിനെ സംബന്ധിച്ച് ഈ F-16 ഏത് ബേസിൽ നിന്ന് വന്നാലും ആ F-16 വലിയൊരു പ്രശ്നം കാത്തിരിക്കുകയാണ്. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ബേസസിനും വലിയ പ്രശ്നങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഇവയെല്ലാം തടയണം, ഇവയെല്ലാം ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉക്രൈനുള്ളത് രണ്ടേ ഓപ്ഷൻ മാത്രമാണ്. ഒന്നാമത്തെ ഓപ്ഷൻ നമുക്കറിയാം, നാറ്റോ കൺട്രീസിൽ, അതായത് തൊട്ടടുത്തുള്ള ബേസസ് യൂട്ടിലൈസ് ചെയ്ത് അതുവഴി ഈ വിമാനങ്ങളെ ലോഞ്ച് ചെയ്യുന്നത്. കാരണം ഇതൊരു ഡ്രോൺ പോലെയല്ല. ഒരു ഡ്രോണിനാണെങ്കിൽ അതിന്റെ സ്പെയർ പാർട്സ് മാത്രം പ്രത്യേകം എടുത്തു കൊണ്ടുപോയാൽ മാത്രം മതി. ഒരു സ്ഥലത്ത് വെച്ച് 4 പേർ ചേർന്ന് അതിനെ ഒരുമിച്ച് ചേർത്ത് ലോഞ്ച് ചെയ്യാം. പക്ഷെ വിമാനങ്ങളെ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അതിന് ഒരു കംപ്ലീറ്റ് സ്ട്രക്ചറായ ബേസ് ആവശ്യമാണ്. അതിന് ഓപ്പറേറ്റ് ചെയ്യാൻ കിലോമീറ്ററോളമുള്ള റൺവേയും ആവശ്യമാണ്. ഇവയെല്ലാം ഒരിക്കലും നമുക്ക് ഒളിപ്പിച്ചു വെച്ച് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ ആദ്യത്തെ ഓപ്ഷൻ നാറ്റോ ബേസിൽ നിന്നും ലോഞ്ച് ചെയ്യുന്നതാണ്. അടുത്ത ഓപ്ഷൻ മറ്റൊന്നുമല്ല, അണ്ടർഗ്രൗണ്ട് ബേസസ്. ഈ ഒരു പേര് നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ടതായി ഓർമ്മയുണ്ടോ? ഇറാൻ ഒരു തവണ ഒരു ഇമേജ് പുറത്തിറക്കി, ഞങ്ങളുടെ പക്കൽ അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ട്, അതുവഴി ഞങ്ങൾക്ക് ഇസ്രായേലിന്റെ അറ്റാക്കിനെ തടയാൻ സാധിക്കുമെന്ന്. അങ്ങനെ അണ്ടർഗ്രൗണ്ട് ബേസ് എന്തെങ്കിലും ഉക്രൈൻ നിർമ്മിച്ചാൽ മാത്രമേ അവർക്ക് F-16 കൂടുതൽ കാലത്തേക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷെ അവർ നിർമ്മിക്കുന്നുണ്ടാകാം, റഷ്യയും അത് അറിഞ്ഞിരിക്കാം, അവർ കാത്തിരിക്കുന്നതായിരിക്കാം. ഇതിനെക്കുറിച്ചുള്ള അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ വീഡിയോയിലൂടെ കാണാം. എന്നാൽ F-16 വന്നതിനു ശേഷം മാത്രമായിരിക്കും യഥാർത്ഥ മത്സരം തന്നെ ഈ യുദ്ധക്കളത്തിൽ തുടങ്ങുന്നത്. ആരെവിടെ വീഴും, ആരെവിടെ വാഴും എന്നുള്ളത് അതിനുശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കും. ഈ വീഡിയോയ്ക്ക് അവസാനം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, F-16 ഉക്രൈനുള്ളിൽ നിന്നും ലോഞ്ച് ആകുമെന്ന് അമേരിക്കയിൽ നിന്നും ഒരു അറിയിപ്പ് വന്നു. സത്യത്തിൽ ഉക്രൈനിൽ നിന്ന് തന്നെ ലോഞ്ച് ആകുമോ, അതോ നാറ്റോ നാടുകളിൽ നിന്നും ആ ഒരു വിമാനം ടേക്ക് ഓഫ് ആകുമോ? റഷ്യ ഇതിനു മുൻപ് ഒരുപാട് റെഡ് ലൈൻ നൽകിയിട്ടുണ്ട്, അതെല്ലാം ഉക്രൈൻ ക്രോസും ചെയ്തു. ഒരു പക്ഷെ ഈ വിമാനങ്ങൾ നാറ്റോ ബേസിൽ നിന്നും ഓപ്പറേറ്റ് ആയാൽ ഇതും അതുപോലെ ഒരു സാധാരണ റെഡ് ലൈനായി മാറുമോ, അല്ലെങ്കിൽ ഇതിനു പുറകിൽ വലിയൊരു പ്രത്യാഘാതം ഉണ്ടാകുമോ എന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.